നമസ്തേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. അധ്യാത്മരാമായണം അയോധ്യാകാന്ഡമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പാരായണത്തിൻ്റെ 6ാമത്തെ ദിവസമാണ്. ഇവിടെ നമ്മൾ 5ാമത്തെ ദിവസം കണ്ടത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥയാണ് നമുക്ക് അയോധ്യയിൽ കാണാൻ വേണ്ടി സാധിച്ചത്. പട്ടാഭിഷേകത്തിന് തയ്യാറായി, പക്ഷെ പട്ടാഭിഷേകം മുടങ്ങുന്നു. അങ്ങനെ വളരെ ദുഃഖിതനായി കിടക്കുന്ന ശ്രീരാമൻ, വനവാസത്തിന് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ശ്രീരാമൻ, അപ്പോൾ ആ സമയത്ത് വളരെ ക്രുദ്ധനായിട്ട് നിൽക്കുന്ന ലക്ഷ്മണനെയാണ് നമുക്ക് കാണുന്നത്. ലക്ഷ്മണൻ എന്താണ്, ലോകം മുഴുവൻ ദഹിപ്പിക്കാനുള്ള കോപാഗ്നി കണ്ണിൽ അങ്ങനെ നിൽക്കുകയാണ്. ശ്രീരാമൻ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് വളരെ വാത്സല്യത്തോടു കൂടി ലക്ഷ്മണന്റെ അടുത്ത് പോയിട്ട് മാറോട് ചേർത്ത് പിടിക്കുന്ന ആ രംഗമാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇന്ന് നമുക്ക് പാരായണം ചെയ്യാൻ വേണ്ടി സാധിക്കുക ലക്ഷ്മണോപദേശവും അതുപോലെ തന്നെ രാമസീതാ തത്വവുമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എഴുത്തച്ഛൻ ഈ രാമായണം രചിക്കുന്ന സമയത്ത് കേവലം രാമായണ കഥ പറഞ്ഞു പോകുന്നതിനപ്പുറത്ത് അന്നത്തെ, ഇന്നും കേരളം വ്യത്യാസമൊന്നും ഇല്ല, വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ അന്നത്തെ ആ ധാർമ്മിക ച്യുതിയിൽ, അങ്ങനെയുള്ള മോശമായ അവസ്ഥയിൽ നിന്ന് ജനങ്ങളെ കരകയറ്റുന്നതിന് വേണ്ടി ഭക്തിമാർഗം ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും എഴുത്തച്ഛൻ്റെ ആ ഒറ്റയാൾ പോരാട്ടം ഫലവത്തായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് 500 വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്നും നമ്മളൊക്കെ അധ്യാത്മരാമായണം വായിക്കുന്നത്. മലയാളത്തിൽ എഴുത്തച്ഛന് മുൻപും എഴുത്തച്ഛന് ശേഷവും ഒരുപാട് രാമായണ കൃതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലുള്ള പ്രസക്തി, രാമായണം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണമാണ്. അതിൻ്റെ പ്രസക്തി ഇന്നും ഒട്ടും കുറയുന്നില്ല. പക്ഷെ രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യാൻ വേണ്ടി പറ്റുന്നതിൻ്റെ സാരാംശം. കാരണം രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്മണോപദേശം ഒന്നല്ല, ഇതിന് ശേഷവും നമുക്ക് ലക്ഷ്മണോപദേശം കാണാൻ വേണ്ടി സാധിക്കും. ലക്ഷ്മണോപദേശം, അതുപോലെ തന്നെ രാമസീതാതത്വം രാമായണത്തിന്റെ ആദ്യം മുതൽ തന്നെ, ഹനുമാന തത്വോപദേശം മുതൽ തന്നെ രാമസീതാതത്വം പറയുന്നുണ്ട്. ഈ രാമസീതാതത്വം എഴുത്തച്ഛൻ പറഞ്ഞ് നമ്മളിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഇതിന് കഥയേക്കാൾ ഉപരി പ്രാധാന്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് എന്ന്. ഇവിടെ ലക്ഷ്മണനെ വളരെ സ്നേഹത്തോടു കൂടി മാറോട് ചേർത്ത് ശ്രീരാമൻ പറയാണ്, വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാജ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനിടോ, നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും അങ്ങനെ പറയുകയാണ്. കാരണം അവിടെ ക്രുദ്ധനായിട്ട് നിൽക്കുന്ന ലക്ഷ്മണനോട് വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. അതായത് നേരെ പോയി അങ്ങോട്ട് ഉപദേശിക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം വളരെ വാത്സല്യത്തോടു കൂടി കുഞ്ഞേ എന്ന് വിളിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി. അപ്പൊ അങ്ങനെയുള്ള ഒരു പിതൃവാത്സല്യത്തോടു കൂടി അങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്ന് ഈ ക്രുദ്ധനായിട്ട് നിൽക്കുന്ന ആൾ ഇത് പറയുന്ന ആളുടെ മുന്നിൽ ഒരു കുഞ്ഞായിട്ട് മാറും. അപ്പൊ ക്രോധം തനിയെ ഇല്ലാതാവും. അപ്പൊ ആ രീതിയിൽ വളരെ വാത്സല്യത്തോട് കൂടിയിട്ടാണ് ഇവിടെ ലക്ഷ്മണനെ സമീപിക്കുന്നത് ശ്രീരാമൻ. എന്നിട്ട് കുഞ്ഞേ വത്സ എന്നുള്ള രീതിയിൽ വളരെ വാത്സല്യത്തോടു കൂടി പറയുകയാണ്, എനിക്കറിയാം നിനക്ക് എന്നോടുള്ള അത്രയും സ്നേഹം ഈ ഭൂമിയിൽ മറ്റാർക്കും എന്നോടില്ല എന്ന് എനിക്കറിയാം. നിന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തതായിട്ടൊന്നുമില്ല എന്ന് അറിയാം. പക്ഷെ നീ ഈ മത്സര ബുദ്ധിയൊക്കെ കളഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുക, നിന്നെ കൊണ്ട് അസാധ്യമായിട്ട് ഒരു കാര്യമില്ലാന്ന് ആ കാര്യം എനിക്കറിയാം, പക്ഷെ ഞാൻ ഈ പറയുന്നത് കേൾക്കാന്ന് പറയാം. എന്നിട്ട് പറയുന്ന നിന്റെ ഈ ക്രോധം കൊണ്ട് നീ ഇപ്പോൾ തുനിഞ്ഞിറങ്ങുന്നുണ്ടല്ലോ, എല്ലാം കൊല്ലേണ്ടവരൊക്കെ കൊന്ന് രാജ്യമൊക്കെ പിടിച്ചെടുക്കാൻ നീ ഇപ്പോൾ തുനിഞ്ഞിറങ്ങുന്നുണ്ടല്ലോ. പക്ഷെ ഈ കാണുന്നതെല്ലാം, ഈ രാജ്യവും ഈ ദേഹവും ഈ പ്രപഞ്ചവും ഈ ധനധാന്യാദികളും ഒക്കെ സത്യമാണെങ്കിൽ, ഈ പ്രപഞ്ചം തന്നെ സത്യമാണെങ്കിൽ നിന്റെ ഈ പ്രയത്നത്തിന് ഫലമുണ്ട്. അല്ലെങ്കിൽ എന്ത് ഫലമാണുള്ളത്? സാധാരണ നമ്മൾ ഒറ്റ വാചകത്തിൽ പറയാല്ലേ, കണ്ടതൊന്നും കണക്കല്ല മന്നവാന്ന്.
അപ്പം അതേപോലെ തന്നെ എന്താണ് ഈ കാണുന്നതൊന്നും സത്യമല്ല, ഇത് സത്യമാണെങ്കിൽ നിന്റെ ഈ പ്രയത്നത്തിന് ഫലമുണ്ട്, ഇല്ലെങ്കിൽ എന്ത് ഫലമാണുള്ളത് എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് എന്താണ്, ലൗകിക സുഖം പോലും ഒരു മിന്നൽ പിണർ പോലെയാണ്. അതെന്താണ്, പെട്ടെന്ന് അത് ഇല്ലാതാവും. ആയുസ്സും ഇതേപോലെ തന്നെയാണ്, വേഗം നശിക്കുമെന്ന് പറയുകയാണ്. എന്നിട്ട് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയുകയാണ്. എന്താണ്, വന്യസന്തപ്ത ലോകസ്തംഭു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം എന്ന് പറയുകയാണ്. അതായത് ഒരു ചുട്ടുപഴുത്ത ലോകത്തിൽ ഒരു വെള്ളത്തുള്ളി ഉറ്റിക്കഴിഞ്ഞാൽ നമുക്കത് അവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെ എന്താണ്, ക്ഷണഭംഗുരമാണ് മർത്യജന്മം എന്ന് പറയുകയാണ്. ഇത് ഇവിടെ എഴുത്തച്ഛൻ എന്താണ്, ഇവിടെ എഴുത്തച്ഛൻ ഓരോ കാര്യങ്ങൾ രാമായണത്തിൽ ഇവിടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴെന്നാണ് ഇവിടെ വേദത്തിലെയും ഉപനിഷത്തുകളിലേക്ക് വാക്യങ്ങളാണ് പറയുന്നത്. ഭഗവത്ഗീത പറയുന്നത് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ വളരെ എന്താണ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ശങ്കരാചാര്യർ പറഞ്ഞ തന്നെയാണ് പറയുന്നത്. ശങ്കരാചാര്യർ പറയുന്നത് വേറൊരു ഉപമയാണ്, വേറൊരു രീതിയിലാണ് അതിന് ഉപമിപ്പിക്കുന്നത്. ഇവിടെ എഴുത്തച്ഛൻ എന്നാണ് ചുട്ടുപഴുത്ത ലോകത്തിൽ ഒരു വെള്ളത്തുള്ളി ഉറ്റിയിട്ട് വെള്ളത്തുള്ളി പെട്ടെന്ന് കാണാതാകുന്നത് പോലെ. ശങ്കരാചാര്യർ അവിടെ പറയാണ് നളിനീ ദല ഗത ജലമതി തരളം തദ്ജീവിതം അതിശയ ചപലം. അതായത് താമരയുടെ ഇലയിൽ ഒരു വെള്ളത്തുള്ളി ഉറ്റിക്കഴിഞ്ഞാൽ അത് ചിന്ന ഭിന്നമായിട്ട് ഇല്ലാതാകുന്നത് പോലെ. അപ്പൊ അതുപോലെ തദ്ജീവിതം അതിശയ ചപലം. അതുപോലെയാണ് എന്താണ് നമ്മുടെ ഈ ജീവിതമൊക്കെ അതുപോലെ പെട്ടെന്നൊരു നിഷ്പ്രഭമായിട്ടുള്ള എന്താണ് ഒരു പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്നതാണ്. ഇതേപോലെ തന്നെ ഇവിടെ എഴുത്തച്ഛൻ പറയുന്ന രീതി മറ്റൊരു രീതിയിലാണ്. പക്ഷെ എല്ലാം എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കിപ്പിക്കുന്നത് ഒരേ തത്വം തന്നെയാണ്. എന്നിട്ട് പറയാനാണ് എന്താണ് അടുത്ത പറയാണ്, ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹിനാപരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നുവെന്ന്. അപ്പോൾ എന്താണ് ഇവിടെ എന്താണ്, അതായത് ഈ പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള ഈ പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുകയാണ്, പാമ്പിന്റെ വയറ്റിലോട്ട് പോവുകയാണ്. പക്ഷെ അവസാന നിമിഷവും തൊട്ട് മുന്നിലൂടെ ഏതെങ്കിലും പ്രാണിയെ പോകുന്നുണ്ട്, ഈ തവള നാവ് നീട്ടി ആ പ്രാണിനെ അകത്താക്കും. ഇതുപോലെ തന്നെ എന്താണ്, കാലമാകുന്ന പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന നമ്മൾ എന്താണ്, നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലും ആഗ്രഹത്തിന് അറുതിയില്ല. നമ്മുടെ ആഗ്രഹം ഇങ്ങനെ പിന്നെ എന്താണ്, ലൗകിക സുഖാനുഭൂതികളുടെ പിറകെ തന്നെ പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ സാധാരണ പറഞ്ഞ പണം എന്ന് കേട്ടാൽ പിണവും വാ തുറക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ എന്താണ് അപ്പൊ ഇവിടെ എന്താണ്, സാധാരണ നമ്മുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങളെ ഒന്നും മോശമായിട്ട് പറഞ്ഞില്ല. പക്ഷെ ഇവിടെ പറഞ്ഞ എന്താണ്, അത്യാഗ്രഹത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അതായത് ഒരിക്കലും എന്താണ് തീരാത്ത ആഗ്രഹം. നമ്മുടെ ഈ ശരിക്കും എന്താണ് നമ്മുടെ ധർമ്മപ്രകാരം, ഹിന്ദു ധർമ്മപ്രകാരം എന്താണ്, ഓരോന്നിനും ഓരോ കാലഘട്ടമുണ്ട്. അതായത് നമ്മുടെ ചതുരാശ്രമങ്ങൾ എന്ന് പറയും, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, പിന്നെ അതുപോലെ തന്നെ എന്താണ് വാനപ്രസ്ഥം, സന്യാസം. അപ്പൊ ഈ ഓരോ ആശ്രമ കാലഘട്ടത്തിലും ചെയ്യേണ്ട ഓരോ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും അല്ലാതെ എപ്പോഴും ഈ ലൗകിക സുഖങ്ങൾക്ക് പിറകെയും ഈ പണത്തിന് മാത്രം പിറകെയും സമ്പത്തിന് മാത്രം പിറകെയും പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോ കാലഘട്ടത്തിൽ നമ്മളെന്താണ് ഓരോ രീതിയിൽ, അതായത് നമ്മുടെ ആ പഠിക്കേണ്ട കാലഘട്ടത്തിൽ പഠിക്കുക, അതുപോലെ തന്നെ ഗാർഹസ്ഥ്യം അനുഷ്ഠിക്കേണ്ട കാലഘട്ടത്തിൽ ഗാർഹസ്ഥ്യം അനുഷ്ഠിക്കുക. അതൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താണ്, പിന്നീട് ഒരു കാലഘട്ടം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുക. അപ്പൊ അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ എന്നും ലൗകിക സുഖങ്ങൾക്ക് പുറകെ പോകുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത്. അപ്പൊ അങ്ങനെ എന്താണ്, അങ്ങനെ നമ്മുടെ ഈ ആഗ്രഹം ലൗകിക സുഖത്തിന്റെ പുറകെ തന്നെ പോകുന്നതിനെ കുറിച്ചിട്ട് ആണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള അമിത ആഗ്രഹത്തിനെ കുറിച്ചിട്ട് ഇവിടെ പറയുകയാണ്. അപ്പൊ അതുകൊണ്ടെന്നാണ്, അതായത് ഓരോരാൾക്കും ഓരോ കർത്തവ്യമുണ്ട്, ഓരോരാൾക്കാരെ ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളിലൂടെ നമ്മൾ പോകുന്നതിന് പകരം ഇപ്പൊ എന്താണ്, ഇപ്പൊ ഇവിടെ ലക്ഷ്മണൻ ശ്രീരാമൻ അച്ഛൻ്റെ വാക്ക് കേട്ട് കാട്ടിലോട്ട് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ഞാൻ പിടിച്ചടക്കാം എന്ന രീതിയിൽ നിൽക്കുന്ന ലക്ഷ്മണനെയാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ഈ ഉപദേശം ശ്രീരാമൻ ലക്ഷ്മണന് കൊടുക്കുകയാണെങ്കിലും എഴുത്തച്ഛൻ തരുന്നത് മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ എന്താണ്, നമ്മൾക്ക് മലയാളികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എഴുത്തച്ഛൻ ഇത് മലയാളത്തെ അധ്യാത്മരാമായണത്തിലൂടെ നമുക്ക് തരുന്നത്. എന്നിട്ട് പറയുകയാണ് എന്താണ്, പുത്രന്മാർ, അതുപോലെ തന്നെ ബന്ധുക്കൾ, സമ്പത്ത്, ഭാര്യ എല്ലാം എന്താണ് നമുക്ക് അല്പകാലത്തേക്കുള്ളതാണ്. എന്നിട്ട് അവിടെ ഉദാഹരണം പറയുകയാണ് എന്താണ്, പണ്ട് ഈ പെരുവഴി അമ്പലങ്ങൾ ഉണ്ടാവും. അതായത് പണ്ട് ഈ യാത്ര തീർത്ഥാടകർ ഒരുപാടാണ്. അപ്പം അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇന്ന് യാത്രക്ക് പുറപ്പെട്ടേക്ക് ഇന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തും അങ്ങനെയൊന്നുമില്ല. എവിടെയെങ്കിലും പോയി ഒത്തുകൂടും, എന്നിട്ട് അവിടെ പലരും വന്ന് കൂടും. അവിടുന്ന് ഉണ്ടാക്കുക ഭക്ഷണമൊക്കെ രാത്രി ഉണ്ടാക്കി അവിടെ തന്നെ ഇറങ്ങി വീണ്ടും രാവിലെ അവിടുന്ന് യാത്ര ചെയ്യും. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ശബരിമലയിലേക്ക് ആൾക്കാർ മാലയിട്ടിട്ട് എരുമേലിയിൽ നിന്ന് നടന്ന് ശബരിമലക്ക് പോവുകയാണെങ്കിൽ എന്താണ്, രാത്രി വിരി വെക്കും എന്ന് പറയും. ആ വിരി വെക്കുന്ന സ്ഥലത്ത് പല ആൾക്കാരും പല ഭാഗത്ത് നിന്ന് വന്ന ആൾക്കാർ അവിടെ വിരിവിച്ച് കിടക്കും. രാവിലെ എന്താണ് വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉദാഹരണം എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രത്യക്ഷ ഉദാഹരണം അതാണ്. അപ്പോൾ പണ്ട് അത് സാധാരണയായിരുന്നു, ഇന്ന് നമുക്കത് സാധാരണയല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ ഉദാഹരണം പറഞ്ഞ പെരുവഴി അമ്പലം എന്നൊന്നും പറഞ്ഞ് ഇന്ന് മനസ്സിലാവില്ല. പണ്ട് അങ്ങനെ പെരുവഴി അമ്പലം ആൾക്കാർ വന്ന് കൂടി
പിന്നെ രാവിലെ എഴുന്നേറ്റ് പോകുന്ന പെരുവഴി അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ആണ് ഇവിടെ എഴുത്തച്ഛൻ ഉദാഹരണമായിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പോകുന്നവര് വല്ല ബന്ധുവുണ്ടോ? ഒരു ബന്ധവുമില്ല. കാരണം ആ ഒരു രാത്രി അവിടെ തങ്ങുന്ന പരസ്പരം കാണുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് എന്താണ്, വന്നിട്ട് നമ്മൾ ഒരു ജീവിതം ഇതൊക്കെ ആയി എല്ലാവരുടെയും കൂടെ പിന്നെ എന്താണ്, ഈ ജീവാത്മാവ് വീണ്ടും തിരിച്ച് പോകും, പരമാത്മാവിലേക്ക് ലയിക്കും, ഇല്ലെങ്കിൽ എന്താണ് വേറൊരു ദേഹത്തിലോട്ട് പോകും. അപ്പോൾ ഇത് ക്ഷണികമാണ്. അതായത് ഇത് എന്താണ്, ഇത് ശരിക്കും ദീർഘകാലമായിട്ടുള്ള, ഇത് ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ക്ഷണികമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദീർഘമായിട്ട് 50 കൊല്ലം 70 കൊല്ലം 90 കൊല്ലം എന്നൊക്കെ തോന്നുകയാണെങ്കിലും ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെരുവഴി അമ്പലത്തിൽ യാത്രക്കാർ കൂടുന്നത് പോലെ മാത്രമാണ് ഒരു ഒരു ആത്മാവ് ഒരു ജീവനിലേക്ക്, ഒരു ശരീരത്തിലേക്ക് കയറി മറ്റുള്ളവരും ഒക്കെ ആയിട്ടുള്ള ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള ഈ സഹവാസം എന്ന് പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുതാണ്. കാരണം ആത്മാവിന് ഒരുപാട് ജന്മങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. എന്നിട്ട് പറയണം എന്താണ്, ഈ ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ്, അതായത് നദ്യാമൊഴുകുന്ന കഷ്ണങ്ങൾ, നദിയിലൂടെ കൂടി ഒഴുകുന്ന വിറകിന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ പല ഭാഗത്തുണ്ടാവും. അത് ഒന്നിച്ചു ചേരും, വീണ്ടും അത് പല ഭാഗത്തേക്കായിട്ട് പിരിയും. ഇതുപോലെയാണ് ഈ ബന്ധങ്ങളും എന്നൊക്കെ ഈ ഗാർഹിക ജീവിത ബന്ധങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയാണ്, ലക്ഷ്മിയും അസ്ഥിരയല്ല മനുഷ്യർക്ക്. അതായത് ഐശ്വര്യവും എന്താണ് സ്ഥിരമല്ല, അതും ഇല്ലാതാവും, അതും പോവും. കുമാരനാശാൻ വീണ പോൽ പറഞ്ഞ ശ്രീഭൂവിൽ അസ്ഥിര. ഓരോരാൾ ഓരോരോ രീതിയിലാണ് പറഞ്ഞത്. എന്താണ് പൂന്താനം പറഞ്ഞത്, എന്താണ്, മാളിക മുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മറാപ്പ് കയറ്റുന്നതും ഭവാൻ. പിന്നെന്താണ്, 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. അപ്പോൾ ഇതൊന്നും, ഈ കാണുന്നതൊന്നും സ്ഥിരമല്ല. ഇതൊക്കെ എന്താണ്, സമ്പത്തുള്ളവൻ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട് ചിലപ്പോൾ ദരിദ്രനാവാം, ദരിദ്രൻ ചിലപ്പോൾ എന്താണ് സമ്പന്നനാവാം. അപ്പൊ ഇതൊന്നും സ്ഥിരമല്ല, ഇതൊക്കെ കുറച്ചു കാലത്തേക്കാണുള്ള. ആ സത്യം എന്താണ് നീ മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് യൗവനവും പുനരധ്രുവം എന്നാണ് പറയുന്നത്. യൗവനവും ഇതേപോലെ തന്നെയാണ്. ഇപ്പൊ നീ യൗവനത്തിലാണ്, ലക്ഷ്മണൻ നല്ല യൗവനത്തിലാണ്, ശക്തിയൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ഈ യൗവനവും നശിക്കും. ഇതും എന്താണ്, ഇതും കുറച്ച് നാൾ കഴിയുമ്പോൾ യൗവനവും ഇല്ലാതാവും. അപ്പൊ ഇതൊന്നും സ്ഥിരമല്ല എന്നുള്ള കാര്യം നീ ആദ്യം മനസ്സിലാക്കുക എന്നാണ് ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, രാഗാദികൾ നിറഞ്ഞ ഈ ലൗകിക ജീവിതം ഇതെന്താണ്, ഇത് ക്ഷണികമാണ്, ഇതൊരു സ്വപ്നം പോലെ മാത്രമാണ്. കാലവും മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഈ എന്താണ്, ദിവസങ്ങളൊക്കെ ഈ സൂര്യൻ ഉദിക്കും, സൂര്യൻ ഉദിച്ചിട്ട് സൂര്യൻ സമുദ്രത്തിൽ അസ്തമിക്കുന്ന കാണും, നമുക്ക് കാണുന്ന രീതിയിലാണ്. എഴുത്തച്ഛൻ ഇവിടെ അങ്ങനെ കാവ്യ ഭാവനയിൽ അങ്ങനെയാണ് പറയുന്നത്. നമ്മളിപ്പോൾ സയൻസ് നോക്കുമ്പോൾ അങ്ങനെയല്ല എന്നൊക്കെ പറയാം, പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കാണുന്ന രീതിയിൽ അങ്ങനെയാണ്. സൂര്യൻ ഉദിക്കും, കിഴക്കുദിക്കും, എന്നിട്ട് സമുദ്രത്തിൽ അസ്തമിക്കുന്ന കാണും, എന്നിട്ട് നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴൊക്കെ എന്താണ്, സൂര്യൻ വീണ്ടും കിഴക്കുദിക്കും. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഓരോ ദിനവും പോവുകയാണ്, കാലമാറ്റം ഉണ്ടാകുകയാണ്. അപ്പോൾ ഈ മായാസമുദ്രത്തിൽ മുഴുകിയിട്ട് നമ്മുടെ ആയുസ് നഷ്ടമാകുകയാണ്. അങ്ങനെ ആയുസ് നഷ്ടമാകുന്ന സമയത്ത് എന്താണ്, വാർദ്ധക്യം നമ്മളെ പിടികൂടുകയാണ്. അപ്പോൾ ജരാനരകൾ ബാധിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലും ചിലർ അജ്ഞാനത്തോടു കൂടി വെച്ചാൽ ആഗ്രഹമൊന്നും പൂർത്തിയായില്ല എന്നുള്ള രീതിയിലാണ് ചിലർ മരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയാണ് ഇവിടെ എഴുത്തച്ഛൻ വിമർശിക്കുന്നത്. അല്ലാതെ മൊത്തത്തിലുള്ള ലൗകിക ജീവിതത്തിനെ എഴുത്തച്ഛൻ ഇവിടെ വിമർശിക്കുന്നൊന്നുമില്ല. കാരണം നമുക്ക് കാണാം, ശ്രീരാമനും ഒരു ലൗകിക ജീവിതമൊക്കെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നാരദം വരുന്ന സമയത്ത് ശ്രീരാമൻ വളരെ സന്തോഷത്തോടു കൂടി വെഞ്ചാമരത്തിലൊക്കെ ഇരുന്ന് താമ്പൂലൊക്കെ ചവച്ച് വളരെ ജീവിത സുഖങ്ങൾ ആസ്വദിക്കുന്ന ഒരാളായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രീരാമൻ പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ എന്നും ഈ ആഗ്രഹങ്ങൾക്ക് പുറകെ പോകുന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾക്ക് ഓരോ ആശ്രമങ്ങളുണ്ട്, ഈ ചതുരാശ്രമങ്ങൾ എന്ന് പറയുന്നത് ഓരോ ആശ്രമങ്ങൾ. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതെ ചാവുമ്പോഴത്തേക്കും ആഗ്രഹങ്ങളൊന്നും പൂർത്തിയായില്ല. ചാവുന്ന സമയത്തും എന്താണ്, ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞത്. എന്നിട്ട് പറയുകയാണ്, എന്താണ്, നമ്മൾ ഈ ബാഹ്യപ്രപഞ്ചം നമ്മളിങ്ങനെ കാണുകയാണ്. ബാഹ്യപ്രപഞ്ചം നമ്മുടെ ചുറ്റിനുള്ള സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുന്നത്. പക്ഷെ ഈ കാണുന്നതൊക്കെ മായാവൈഭവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന്. പക്ഷെ ഇതൊക്കെ യാഥാർത്ഥ്യമല്ല. ഇതെന്താണ്, ഇത് പുരുഷൻ അതുപോലെ തന്നെ മായാഭഗവതി സൃഷ്ടിക്കുന്നതാണ്. ഇത് മായാവൈഭവമാണ്. നമ്മൾക്ക് അങ്ങനെ തോന്നുന്നത്. നമ്മളെന്ന് പറഞ്ഞത് നമ്മുടെ ജീവാത്മാവാണ് എന്നുള്ള ആ രീതിയിൽ തന്നെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവാത്മാവിന് അങ്ങനെ തോന്നുകയാണ്. നമ്മുടെ ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജന്മം മാത്രമല്ല ഉള്ളത്, ഇതൊരു ക്ഷണികമാണ്. പിന്നെ വലിയ എത്രയോ നീണ്ട ആയിരക്കണക്കിന് ജന്മങ്ങൾ ഈ ജീവാത്മാവിനുണ്ട് എന്ന വേദതത്വമാണ് ഇവിടെ എഴുത്തച്ഛൻ പ്രതിപാദിക്കുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾക്ക് ഇങ്ങനെ കാണുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത്, അതായത് ഈ മായാവൈഭവം നോക്കുന്ന സമയത്ത് പകലും രാത്രിയൊന്നുമില്ല, അതൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ
നമ്മൾ രാവിനെ കുറിച്ചും പകലിനെ കുറിച്ചല്ല ഇങ്ങനെ ചിന്തിക്കുക. അപ്പൊ മൂഢന്മാർ എന്താണ്? മൂഢന്മാർ വിചാരിക്കും ഇത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് വിചാരിക്കും. ഈ പച്ച മൺകുടത്തിൽ, അതായത് ഈ ചൂട് കൊണ്ടിട്ടില്ലാത്ത മൺകുടത്തിൽ വെച്ച വെള്ളം നമ്മൾ ചില സമയത്ത് പണ്ടൊക്കെ കാണും, കൃഷി ചെയ്യുമ്പോൾ തെങ്ങിന്റെ ചോട്ടിലൊക്കെ അങ്ങനെ വെക്കും, പച്ച മൺകുടത്തിൽ വെള്ളം വെക്കും വേനൽക്കാലത്ത്. കാരണം അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റി പോകും. അത് വേവിച്ച മൺകുടത്തിൽ അങ്ങനെ വെള്ളം ഉറ്റി പോവില്ല, അതിൽ നിൽക്കും. അതിൽ വെള്ളം പോവുകയാണെങ്കിൽ വെയിൽ കൊണ്ട് ആറിയിട്ട് പോകും. പക്ഷെ പച്ച മൺകുടത്തിലെ വെള്ളം ഉറ്റി പോകും. അപ്പൊ അതുപോലെ തന്നെയാണ് എന്താണ്, നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് ജീവൻ അല്പാൽപമായിട്ട് വിട്ടു പോവുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരം എന്താണ്, ക്ഷയിച്ച് പോവുകയാണ്. ജരാനരങ്ങൾ വന്ന് നമ്മളെ ആക്രമിക്കുകയാണ്. അങ്ങനെ നമുക്ക് അവസാനം മരണവും ഉണ്ടാവുകയാണ്. അങ്ങനെ നമ്മളെന്താണ് ഇങ്ങനെ ചിന്തിച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ സമയത്തൊന്നും നമ്മൾ പരമാത്മ തത്വത്തിനെ കുറിച്ചിട്ട് അറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. ശങ്കരാചാര്യർ ഭജഗോവിന്ദത്വം പറഞ്ഞിട്ടുണ്ടെന്നാണ്, ബാലസ്താവത് ക്രീഡാസക്ത, തരുണസ്താവത് തരുണീരക്ത, വൃദ്ധസ്താവത് ചിന്താമഗ്ന, കോപി ബ്രഹ്മണി എന്താണ് പരമേസക്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരും എന്താണ് ബ്രഹ്മത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഓരോരോ ആൾക്കാർ ഓരോരോ കാലഘട്ടത്തിൽ അവരുടെ ഓരോരോ രീതിയിൽ ചിന്തിക്കുകയാണ്. പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ ലൗകിക ജീവികൾ ആണെങ്കിൽ പോലും നമ്മൾ എന്താണ് ബ്രഹ്മതത്വത്തെക്കുറിച്ച് അറിയണം. ബ്രഹ്മതത്വത്തെക്കുറിച്ച് അറിയാത്തവർ മൂഢന്മാരാണെന്നാണ് ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത്. എന്നിട്ട് പറയുകയാണെന്താണ്, ദേഹബോധം നിമിത്തം ചിലർക്ക് എന്താണ്, ഇവിടെ ഈ ലക്ഷ്മണന്റെ അവസ്ഥ അതാണ്. കാരണം ഞാൻ പിന്നെ കൈയടക്കുമെന്ന് പറയുന്ന സമയത്ത് എന്താണ്, അത് ദേഹബോധ നിമിത്തം, ദേഹത്തിൽ എൻ്റെ ശരീരത്തിലുള്ള അഹങ്കാരമാണ്. അപ്പൊ ദേഹബോധ നിമിത്തം അഹംബുദ്ധി കൊണ്ടെന്നാണ് അജ്ഞാനികൾ ഞാൻ ബ്രഹ്മാവാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രാജാവാണ്, ഞാൻ മന്ത്രിയാണ്, ഞാൻ ആഢ്യനാണ്, അങ്ങനെ ഞാൻ എന്നുള്ള രീതിയിലുള്ള അഹങ്കാരം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഈ ദേഹം നിമിത്തമാണ് ഉണ്ടാകുന്നത്. പൂന്താനം പറയുന്ന മാതിരി എന്താണ്, കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വം ഈ വണ്ണം നിൽപ്പൂവെന്നും ചിലർ എന്ന് പറയുന്നുണ്ട് ജ്ഞാനപ്പാനയിൽ. അതായത് ഞാനൊക്കെ ഇങ്ങനെ ജീവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ ലോകമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ള രീതിയിലുള്ള അഹങ്കാരം ചിലർക്ക് ഉണ്ടാവാറില്ലേ. അപ്പോൾ അതിനെയൊക്കെ ഇവിടെ എഴുത്തച്ഛൻ എന്താണ് വളരെ നിശിതമായിട്ട് വിമർശിക്കുകയാണ്. ശരിക്കും അധ്യാത്മരാമായണം ഒരു സാമൂഹ്യ വിമർശനമായിട്ടുള്ള കാവ്യമാണ്. സാമൂഹ്യ വിമർശനമാണ് ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വിമർശിക്കുകയാണ്. ആ രീതിയിലുള്ള ആൾക്കാരെ, അതായത് അഹങ്കാരപ്രമത്തരായിട്ടുള്ള രാജാക്കന്മാരെ, അഹങ്കാരികളായിട്ടുള്ള മന്ത്രിമാരെ, അഹങ്കാരികളായിട്ടുള്ള പണ്ഡിതന്മാരെ, അല്ലാത്തവരൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവരെന്താണ്, അവരവരുടെ ദേഹം ഇത് തന്നെയാണ് വലുത് എന്ന് പറയുന്നത്. അവർ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വളരെ നിശിതമായിട്ട് ഇവിടെ വിമർശിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഈ അഹങ്കാരമൊക്കെയുള്ള ഞാൻ എന്നുള്ള ആൾക്കാർക്കും എന്താണ്, ഒരിക്കൽ മരണമുണ്ട്. നമ്മുടെ ശരീരവും ജഡമായി തീരും. അപ്പൊ എന്താണ്, ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോയിടും, വെണ്ണീറായി ചമഞ്ഞു പോയിടിലും, പിന്നെ എന്താണ്, മണ്ണിന് കീഴെ കൃമികളായി പോകിലും, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം എന്ന് ഇവിടെ ലക്ഷ്മണനോട് പറയുകയാണ്. നമ്മുടെ എന്താണ് ഈ ശരീരം, എന്താണ് ഈ ശരീരം, ഇത് ജഡമായിട്ട് മാറും. അപ്പൊ എന്താണ് ഇതിന് സംഭവിക്കാന്നുള്ളത്? ഒന്നുകിൽ എന്താണ്, ജന്തുക്കൾ ഭക്ഷിച്ച് പോകും, അല്ലെങ്കിൽ എന്താണ്, അഗ്നിയിൽ എന്താണ് വെണ്ണീറായിട്ട് തീരും, അല്ലെങ്കിൽ മണ്ണിന് കീഴെ ഇപ്പോൾ എന്താണ് കത്തിച്ചില്ല എങ്കിൽ മണ്ണിന് കീഴെ അത് കൃമികളായിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഈ ദേഹം നിമിത്തമുള്ള ഈ മഹാമോഹം അല്ലെങ്കിൽ ഈ അഹങ്കാരം ഇതൊന്നും നന്നല്ല എന്ന് പറയുകയാണ്. ഈ ദേഹം എന്താണ്, ഈ ദേഹം പഞ്ചഭൂത നിർമ്മിതമാണ്. അതായത് ഭൂമി, വെള്ളം, അഗ്നി, വായു, ആകാശം, ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ദേഹം എന്ന് പറയുന്നത് തൊലി, മാംസം, രക്തം, മലം, മൂത്രം, ശുക്ലം ഇതൊക്കെ കൂടിയതാണ്. ഇതെന്താണ്, ഇത് നാശോന്മുഖമാണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ അറിയുക. ഇത് മാറിക്കൊണ്ടേയിരിക്കും, ഈ ദേഹത്തിന്റെ അവസ്ഥ മാറിക്കൊണ്ടേയിരിക്കും, ഇന്ന് കാണുന്ന രീതിയിലല്ല ഇത്. അപ്പൊ ദേഹാഭിമാനം കൊണ്ടുണ്ടായിട്ടുള്ള മോഹം കൊണ്ട് ഈ ലോകം തന്നെ ദഹിപ്പിക്കാമെന്ന് നീ കരുതിയിരിക്കുകയാണ്. അത് നിന്റെ അജ്ഞത മൂലമാണ്. ദേഹാഭിമാനികൾക്ക് ഏറ്റവും ദോഷകാരണം എന്താണ്? കോപമാണ്. അവർക്ക് പെട്ടെന്നുണ്ടാകുന്നതാണ് കോപം. ഈ ദേഹാഭിമാനികൾക്ക് പെട്ടെന്ന് കോപം ഉണ്ടാകും. കാരണം എന്നെ വെല്ലാനൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ള അഹങ്കാരം ഉണ്ടാകും. അഹങ്കാരം കൊണ്ട് എന്താണ്, പെട്ടെന്ന് എന്ത് ചെറിയ കാര്യത്തിലും കോപം ഉണ്ടാകും. അപ്പൊ ഞാൻ ഈ ദേഹമാണ് എന്നത് മോഹത്തെ ജനിപ്പിക്കുന്നതാണ്. അതാണ് അവിദ്യ എന്നാണ് പറഞ്ഞത്. ഞാൻ ദേഹമാണ് എന്നുള്ള ചിന്ത കൊണ്ട് മോഹം ഉണ്ടാകുന്നു, അത് അവിദ്യയാണ്. അപ്പൊ ഞാൻ ദേഹമല്ല, ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താവും? അതാണ് വിദ്യ. അപ്പൊ ഞാൻ എന്താണ്, ഈ ദേഹമല്ല, ഈ ദേഹം എന്ന് പറയുന്നതല്ല ഞാൻ എന്താണ്, ആത്മാവാണ്. ഈ ആത്മാവ് എന്ന് പറയുന്നത് പരമാത്മാവിന്റെ അംശമാണ്. അത് വിദ്യ. ഞാൻ ദേഹമാണ് എന്ന് വിചാരിക്കുന്നത് അവിദ്യ. അപ്പൊ ഈ അവിദ്യയാണ് ജനന മരണ ദുഃഖങ്ങൾക്ക് കാരണം. വിദ്യ നേടിക്കഴിഞ്ഞാൽ ജനന മരണ ദുഃഖമില്ല. വിദ്യ മോക്ഷകാരണമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ തത്വം, ഈ എന്താണ് ബ്രഹ്മതത്വം ഇവിടെ എഴുത്തച്ഛൻ ഇവിടെ ശ്രീരാമനിലൂടെ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല, ഇതെന്താണ്, ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അധ്യാത്മരാമായണം എഴുതിയിട്ടുള്ളത് തന്നെ. അപ്പോൾ വിദ്യ പരിശീലിക്കുന്ന സമയത്ത്,
അതായത് ആ വിദ്യയിൽ നിന്ന് മാറി നമ്മൾ വിദ്യ പരിശീലിക്കുന്ന സമയത്ത് കാമ, ക്രോധ, മോഹ, ലോഭമായിട്ടുള്ള ശത്രുക്കൾ നമ്മളെ ആക്രമിക്കും. ഇതൊക്കെ നമ്മളിൽ വരും. പക്ഷെ നമ്മളെന്താണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഏറ്റവും അപകടകാരിയാണ് കോപം. അതുകൊണ്ട് നമ്മൾ ഈ കോപത്തെ ഇല്ലാതാക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ലക്ഷ്മണനോട് ഉപദേശിക്കുകയാണ് ഇവിടെ ശ്രീരാമൻ ചെയ്യുന്നത്. എന്നിട്ട് പറയാനാണ് അച്ഛൻ, അതുപോലെ തന്നെ അമ്മ, സഹോദരങ്ങൾ, ബന്ധുക്കൾ എന്നിവരെയൊക്കെ ചിലരെന്താണ് ക്രോധം നിമിത്തം കൊല്ലുന്നുണ്ടല്ലോ. നമ്മൾ പല പത്രവാർത്തകളൊക്കെ കേൾക്കുന്നത് പണ്ടും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ക്രോധം നിമിത്തം പെട്ടെന്ന് കൊല്ലും. കൊന്നു കഴിഞ്ഞിട്ടാകുമ്പോഴോ പിന്നെ അത് മനോദുഃഖത്തിന് കാരണം. പിന്നെ തോന്നും അയ്യോ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. അപ്പോൾ ഈ ക്രോധം നിമിത്തം നമ്മൾ പല എടുത്തുചാട്ടങ്ങളും നടത്തും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അപകടകാരിയാണ്, ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകാരിയാണ് കോപം. ഈ കോപം ഇല്ലാതാക്കേണ്ടതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ കോപം എന്താക്കും? കോപം നമ്മുടെ ധർമ്മബോധത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ക്രോധം ഉപേക്ഷിക്കുക. എന്നിട്ട് പറയണം ക്രോധം എന്ന് പറയുന്നത് കാലനാണ്. ആഗ്രഹം എന്ന് പറയുന്നത് വൈതരണി നദിയാണ്. വൈതരണി നദി എന്ന് പറഞ്ഞാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കടന്നു പോകേണ്ട ഒരു നദി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ വൈതരണി നദിയും, കോപം എന്നുള്ളത് കാലനാണ്. പിന്നെ എന്താണ്? സന്തോഷം എന്ന് പറയുന്നതാണ് നന്ദനോദ്യാനം. നന്ദനോദ്യാനം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള ഒരു ഉദ്യാനം. അപ്പോൾ അതെന്താണ്? സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ എന്താണ് അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, വിദ്യ നേടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ദുഃഖമുണ്ടാകില്ല എന്നാണ് ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നത്. എന്നിട്ട് പറയുകയാണ് എന്താണ്? ദേഹം, അതുപോലെ തന്നെ ഇന്ദ്രിയൻ, പ്രാണൻ, ബുദ്ധി, ഈ കാര്യങ്ങൾക്ക് മുകളിലാണ് ആത്മാവ്. നമുക്ക് തോന്നുന്നു ആത്മാവ് എന്ന് പറഞ്ഞാൽ ജീവനാണെന്ന്. അതല്ല. ദേഹം, ഇന്ദ്രിയൻ, പ്രാണൻ എന്താണ് പഞ്ചപ്രാണൻ, ബുദ്ധി, ഇതിനൊക്കെ മുകളിലാണ് ആത്മാവ്. ആത്മാവിനെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലൊന്നും കൂട്ടാൻ വേണ്ടി പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെന്താണ് ഈശ്വരനെ ചിന്തിക്കുക എന്നാണ് പറഞ്ഞത്. അതായത് സുഖം, ദുഃഖം, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരും. അപ്പോൾ നമ്മൾ അതൊക്കെ അനുഭവിക്കണം. അതിൻ്റെ കൂടെ നമ്മൾ പ്രാരബ്ധ കർമ്മം കൂടി അനുഭവിക്കണം എന്ന് ഇവിടെ എത്തിച്ചൻ പറയുകയാണ്. അതായത് നമ്മൾക്ക് സുഖം കിട്ടും, ദുഃഖം കിട്ടും, ഒക്കെ കിട്ടും. അപ്പോൾ നമ്മൾ അതിലൂടെ നമുക്ക് പ്രാരബ്ധ കർമ്മങ്ങളും ഉണ്ടാവും. നമുക്ക് തോന്നുന്നത് എന്താണെന്ന്, ഞാൻ നല്ല ദൈവഭക്തിയൊക്കെ ഉള്ള ആളാണ്, ഞാനൊന്നും ആർക്കും ഒരു ദ്രോഹം ഒന്നും ചെയ്യുന്നില്ല, ഞാൻ നല്ല ആളാണ്, അങ്ങനെ ഒരു മോശം എനിക്കില്ല. പക്ഷെ എന്നിട്ടും എനിക്കെന്ത് പല ദുരിതങ്ങളും ഉണ്ടാകുന്നെന്നുള്ളത് ചിലർക്ക് തോന്നും. അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ്? ഇതിനെയാണ് പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത്. അതായത് പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആത്മാവ് പല ജന്മങ്ങൾ കഴിഞ്ഞിട്ട് വന്നതാണ്. നേരെ പുതിയ ആത്മാവല്ല നമ്മുടെ ജീവാത്മാവ്. പല ശരീരങ്ങളിലൂടെ കയറിയിട്ട് നമ്മുടെ ഈ ശരീരത്തിലുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിലുള്ള ഈ ആത്മാവ് എന്ന് പറയുന്നത് മുൻപ് പല ജീവികളായിരിക്കും, ചിലപ്പോൾ പല മനുഷ്യന്മാരായിരിക്കും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്നിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. അന്ന് നമ്മൾ ചെയ്തിട്ടുള്ള ചില കർമ്മദോഷങ്ങളുടെ ഫലം നമ്മൾക്ക് ഈ ജന്മത്തിലും അനുഭവിക്കേണ്ടി വരുന്നതാണ് നമ്മുടെ വേദതത്വം. അപ്പോൾ നമ്മൾ എത്ര ഇപ്പം നമ്മൾ വലിയ ദ്രോഹങ്ങളോ മോശം കാര്യങ്ങളോ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ വരുന്നത് നമ്മുടെ പ്രാരബ്ധ കർമ്മം എന്നാണ് പറയുന്നത്. ആ പ്രാരബ്ധ കർമ്മങ്ങൾ മൂലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ചില ദുഃഖങ്ങൾ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ അത് അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ അതിൽ തന്നെ അവിടെ നമ്മൾക്ക് ഭക്തിയും ഈശ്വര വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തീവ്രത കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഈ ജന്മത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ കർമ്മദോഷങ്ങൾ കൊണ്ടുള്ള ദുരിതങ്ങൾ നമുക്ക് ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ അതിനാണ് ഭക്തി വേണം, ഈശ്വരചിന്ത വേണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പോൾ ഭക്തിയും ഈശ്വരചിന്ത എല്ലാം ഉണ്ടായിട്ടും ചില ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങൾ കൊണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടെന്നാണ് കർത്തവ്യം നമ്മൾ ശരിയായിട്ട് അനുഷ്ഠിക്കുക എന്നാണ് പറഞ്ഞത്. ഒന്നിലും ആസക്തിയില്ലാതെ കർമ്മഫലം ആഗ്രഹിക്കാതെ പരമാത്മാവിൽ സമർപ്പിച്ച് കർമ്മം ചെയ്യുക എന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ പരമാത്മാവിലാണ് എന്ന് വിചാരിച്ച് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ആത്മാവിനോട് ഒരു ബന്ധവുമില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ആത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ കർമ്മഫലം ഇച്ഛിക്കാതെ ചെയ്യുക. ഭഗവത്ഗീതയിൽ പറഞ്ഞില്ലേ, കർമ്മണ്യേവാധികാരിസ്തു മാ ഫലേഷു കഥാചന എന്ന് പറയുന്നതല്ല. അതായത് നീ കർമ്മം ചെയ്യുക, നീ ഫലത്തിനെ കുറിച്ച് ഇച്ഛിക്കണ്ട, അത് നിനക്ക് വന്നു ചേരുന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് ചില ആൾക്കാർ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത്, നീ പണിയെടുത്തോ, നീ കൂലിനെ കുറിച്ച് ചിന്തിക്കണ്ട എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാത്ത കൊണ്ട് വളരെ മൂഢന്മാരായിട്ടുള്ള ആൾക്കാരാണ് ആ രീതിയിൽ പറഞ്ഞത്. എന്താണിത് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. പക്ഷെ ആ ഒരു വരി മാത്രം എടുത്തു, അതിനു മുമ്പുള്ള കാര്യങ്ങളൊന്നും പഠിച്ചില്ല. ഇത് ഇവിടെ ജീവാത്മാവിനും പരമാത്മാവിനും ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. നമ്മുടെ കർമ്മങ്ങൾ ഈ പരമാത്മാവുമായിട്ട് ബന്ധപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നീ കർമ്മ ഗുണത്തെ കുറിച്ചിട്ടോ കർമ്മഫലത്തെ കുറിച്ചിട്ട് നീ ആലോചിക്കണ്ട, നീ നിന്റെ കർമ്മം ചെയ്തോ, കർമ്മഫലം നിനക്ക് വന്നു ചേരുന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് മനസ്സിലാക്കാതെയാണ് ചില ആൾക്കാർ ഈ രീതിയിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ
ഇവിടെ ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ശ്രീരാമൻ അവസാനമായിട്ട് ലക്ഷ്മണനോട് പറയുകയാണ്, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി ജ്ഞാനസ്വരൂപത്തെ ചിന്തിച്ച് ദേഹാഭിമാനമൊക്കെ ഉപേക്ഷിച്ചിട്ട് മോഹം അകറ്റി നീ ആനന്ദനാവൂ എന്ന് പറയുകയാണ്. എന്നിട്ട് നേരെ കൗസല്യയുടെ നേരെ തിരിയുകയാണ്. എന്നിട്ട് പറഞ്ഞ, അമ്മേ വിഷാദിക്കരുത്. എന്താണ്, ആത്മാവിനെ കുറിച്ച് അറിയാത്തവർ ആത്മാവിനെ പീഡിപ്പിക്കുന്ന രീതി ശരിയല്ല. അതുപോലെ അമ്മ ചെയ്യരുത്. അമ്മക്ക് ഇതിനെ കുറിച്ചിട്ടൊക്കെ അറിയുന്നതാണ്. അമ്മക്ക് നല്ല വിവരമൊക്കെ ഉള്ളതാണ്. അപ്പൊ അമ്മ ആത്മാവിനെ കുറിച്ച് അറിയാത്തവർ ആത്മാവിനെ പീഡിപ്പിക്കുന്നത് പോലെ അമ്മ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാണ്. എന്നിട്ട് പറയുകയാണെന്താണ്, എല്ലാ ലോകങ്ങളിലും ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ബന്ധുക്കൾക്കെല്ലാം ഒരുമിച്ച് ജീവിക്കാനൊന്നും സാധിക്കില്ല. അങ്ങനെ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് അസാധ്യമാണ്. ഈ കാര്യങ്ങളൊക്കെ അമ്മക്ക് അറിയുന്നതല്ലേ. അപ്പോൾ അമ്മയും മക്കളും എല്ലാം എപ്പോഴും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ചിന്ത അങ്ങനെ ഉണ്ടാവരുത്. അങ്ങനെ സാധ്യമല്ലല്ലോ. ഞാൻ എന്തായാലും 14 വർഷം കാട്ടിലേക്ക് പോകേണ്ട ആളാണ്. അമ്മയുടെ എല്ലാ അനുഗ്രഹവും എനിക്ക് വേണം ആണ് അച്ഛൻ്റെ ആഗ്രഹമാണ്. അച്ഛൻ എന്താണ്, അച്ഛൻ്റെ സത്യമാണ്, അച്ഛൻ ചെയ്ത പ്രതിജ്ഞയാണ്. അതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടെന്നാണ് എനിക്ക് അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ അനുഗ്രഹം എനിക്കുണ്ടാവും, എനിക്കറിയാം. അതുകൊണ്ടെന്നാണ് എനിക്ക് ഒരു ദുഃഖവും കാട്ടിൽ എനിക്കുണ്ടാവില്ല. പക്ഷെ എന്താണ്, ഇവിടെ അമ്മ ദുഃഖിച്ചുകൊണ്ടിരുന്നാലാണ് എനിക്ക് അവിടെ കാട്ടിൽ ദുഃഖം ഉണ്ടാകുന്നത്. അമ്മ ദുഃഖിച്ചില്ല എങ്കിൽ, അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹം എനിക്കുണ്ടെങ്കിൽ എനിക്ക് കാട്ടിൽ സുഖമായിരിക്കും ജീവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൗസല്യയുടെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ്. അമ്മ വളരെ വാത്സല്യപൂർവ്വം മകനെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, എൻ്റെ ദേവകളെ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ദേവകളെ എൻ്റെ മോനെ രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ലക്ഷ്മണൻ ശ്രീരാമദേവൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എനിക്ക് ഉണ്ടായിരുന്ന സംശയങ്ങളൊക്കെ തീർന്നു, എൻ്റെ ക്രോധം ഇല്ലാതായി. പക്ഷേ എനിക്കൊരു കാര്യം കൂടിയുണ്ട്, ഞാനും കൂടി ഏട്ടനെ കാട്ടിലേക്ക് അനുഗമിക്കും. എന്നെ അതിന് സമ്മതിക്കണം. എന്നെ സമ്മതിച്ചില്ല എങ്കിൽ ഇപ്പം തന്നെ ഞാൻ മരിക്കുമെന്ന് പറയുകയാണ്. ശ്രീരാമൻ പറയുകയാണ്, ശരി, നീയും കൂടി എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറയുകയാണ്. എന്നിട്ട് ശ്രീരാമൻ നേരെ സീതാദേവിയുടെ അന്തഃപുരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ സീത ആണെങ്കിൽ എന്താണ്, ശ്രീരാമനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, പട്ടാഭിഷേക ദിനമാണ്. അപ്പോൾ സീതാദേവി ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അപ്പോൾ ശ്രീരാമൻ വരുന്ന സമയത്ത് ഒറ്റക്കാണ് വരുന്നത്. അപ്പോൾ സീതാദേവി ശ്രീരാമനോട് ചോദിക്കുകയാണ്, എന്തേ അകമ്പടിയൊന്നും ഇല്ലാതെ, കൊമ്പനാനപ്പുറത്ത് വരുന്നതായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ ഇപ്പം എന്തേ ഇല്ല, ഇതൊന്നുമില്ല, അകമ്പടിയൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് എന്തേ വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീരാമൻ പറയുകയാണ്, ഞാൻ ദണ്ഡകവനം എന്ന രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ സീതാദേവിയോട് പറയുകയാണ്. അപ്പോൾ സീതാദേവി പറയാണ്, ദണ്ഡകവനം എന്ന രാജ്യം ഭരിക്കാൻ വേണ്ടി പോകുന്ന പറയുന്ന സമയത്ത് സീതാദേവി പറയാണ്, എന്തിനാണ് അച്ഛൻ ഒരു രാത്രി പോലും മകനെ പിരിഞ്ഞിരിക്കാൻ വേണ്ടി സാധിക്കില്ലല്ലോ, പിന്നെ എന്താ ദണ്ഡകവനത്തിലേക്ക് പോകുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ പണ്ടൊരു യുദ്ധം ഉണ്ടായതും ആ യുദ്ധത്തിൽ കൈകേയി ദേവി അവിടെ രഥചക്രത്തിൽ തൻ്റെ വിരല് കൊടുത്ത് യുദ്ധം രക്ഷിച്ചതും ഒക്കെ പറയുകയാണ്. എന്നിട്ട് പറയാണ്, നീ അമ്മയുടെ കൂടെ നിൽക്കണം, ഞാൻ കാട്ടിലേക്ക് പോകും. അപ്പോൾ സീതാദേവി പറയുകയാണ്, എങ്കിൽ ഞാനും വരും കാട്ടിലേക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ കാടിൻ്റെ ഭീകരതയെക്കുറിച്ച് ശ്രീരാമൻ സീതാദേവിയോട് പറയുകയാണ്, കാടെന്ന് വെച്ചാൽ എന്താണ്, കാട് ഭീകരമാണ്. അവിടെ വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. ആന, അതുപോലെ സിംഹം, വ്യാഘ്രം, അങ്ങനെ വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. മാത്രമല്ല ഒരുപാട് രാക്ഷസരൊക്കെ ഉള്ളതാണ്. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല എവിടെയാണ് രാക്ഷസ രൂപികളുള്ളത്, നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് കാട്. അത്രയും ഭീകരമാണ് കാട്. പിന്നെ മാത്രമല്ല കാട്ടിൽ നീ ഇപ്പോൾ ഇവിടുന്ന് കഴിക്കുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊന്നുമില്ല. കായികനികളൊക്കെ പറിച്ച് അതൊക്കെ കഴിച്ചിട്ടാണ് ജീവിക്കേണ്ടത്. പിന്നെ നടന്നു പോകാൻ വേണ്ടി നല്ല പാതകളില്ല, കല്ലും മുള്ളും ഒക്കെയുള്ള പാതകളാണുള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാട്ടിലേക്ക് നീ വരണ്ട, അങ്ങനെ അത് നിനക്ക് പറ്റിയ സ്ഥലമല്ല കാട്, അതുകൊണ്ട് നീ വരണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ സീതാദേവി പറയുകയാണ്, ഞാൻ അങ്ങയുടെ ധർമ്മപത്നിയാണ്, അങ്ങയുടെ പാദശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അങ്ങയുടെ സാമീപ്യം മാത്രം മതി എനിക്ക്, മറ്റൊന്നും എനിക്ക് വേണ്ട. അങ്ങ് കഴിച്ചതിൻ്റെ ബാക്കി മതി, എനിക്ക് ഏത് ഭക്ഷണമായാലും എനിക്ക് അതൊന്നും പ്രശ്നമില്ല. കാരണം അങ്ങയുടെ സാമീപ്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. കൂർത്ത മുള്ളും എന്നെ ബുദ്ധിമുട്ടിക്കുകയില്ല, അങ്ങയുടെ കൂടെയാണെങ്കിൽ അതൊന്നും എന്നെ ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, പണ്ട് എന്നെ ഒരു ജ്യോത്സ്യർ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എനിക്ക് കാട്ടിലോട്ട് പോകേണ്ടി വരും ഭർത്താവിൻ്റെ കൂടെ എന്നൊക്കെ പണ്ട് ഒരു ജ്യോത്സ്യർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് അറിയാം, എനിക്കിത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ പ്രകൃതിയിൽ നിന്നും ഭിന്നനായിട്ടാണോ പുരുഷൻ ഉണ്ടാവുക, പുരുഷനും പ്രകൃതി ഒന്നിച്ചല്ലേ വേണ്ടുക എന്നൊക്കെ ചോദിക്കുന്നു. സീതയില്ലാതെ രാമൻ കാട്ടിലേക്ക് പോയി ഏത് രാമായണത്തിലാണുള്ളത്? അപ്പോൾ
ഞാനും വരും കൂടെ, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ മരിക്കും. അപ്പോൾ നമുക്ക് തോന്നുന്നു സീതയില്ലാതെ രാമൻ ഏത് രാമായണത്തിലാണ് പറഞ്ഞുള്ള നേരത്തെ തന്നെ ബ്രഹ്മാവ് 100 കോടി ശ്ലോകങ്ങളുള്ള രാമായണം രചിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇത് ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള രാമായണമാണ്. അപ്പോൾ അതും സീതാരാമൻ എന്ന് പറഞ്ഞാൽ പ്രകൃതി പുരുഷനുമാണ്. ഇവിടെ ഇപ്പോൾ അയോധ്യയിൽ ജനിച്ച ഇല്ലെങ്കിലും ഇതിലയിൽ ജനിച്ച രണ്ടാളെ എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് രാമായണം എന്ന് പറഞ്ഞാൽ. രാമായണം എന്ന് പറഞ്ഞാൽ ഒരു കഥയല്ല. രാമായണം എന്ന് പറഞ്ഞാൽ എന്താണ്, പരമാത്മാ തത്വമാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട സമയത്ത് ശ്രീരാമൻ പറഞ്ഞു, ശരി, നീയും കൂടെ എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ സമയത്ത് ശ്രീരാമൻ എന്താണ്, സമ്മതിച്ചു. ശരി, നീയും കൂടി വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ കാട്ടിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളുമാണ് ബ്രാഹ്മണരൊക്കെ വരുത്തി. എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അത് എന്താണ് ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് കാട്ടിലോട്ട് പോകുന്നത്. എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്താണ്, ദാന ധർമാദികളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും സേവകർക്കും അതുപോലെ തന്നെ അവിടെയുള്ള കുറേ ദാസിമാർ ഇവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ താപസന്മാരുണ്ട്. അങ്ങനെ എല്ലാവർക്കും പലതും ദാനം ചെയ്യുകയാണ്. ഇവർ കാട്ടിലോട്ട് പോകുന്ന സമയത്ത് ദാനം ചെയ്യുകയാണ്. ദാനധർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ ലക്ഷ്മണൻ സുമിത്രാദേവിയെ അമ്മയുടെ കൈ പിടിച്ചിട്ട് കൗസല്യാദേവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയെ ഞാൻ താങ്കളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം മകനാണ് രക്ഷിക്കേണ്ടത്. അപ്പോൾ മകൻ കാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ കൗസല്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അമ്മേനെ. എന്നിട്ട് പറയാണ്, ഞാൻ അമ്മയ്ക്ക് ഏൽപ്പിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് സുമിത്ര പറയുകയാണ്, നീ ഏട്ടനെ പരിചരിച്ചും കൊണ്ട് മുമ്പേ നടക്കണമെന്ന് പറയുന്നു. കാട്ടിലോട്ട് പോകുന്ന സമയത്ത് ഏട്ടനെ പരിചരിച്ചും കൊണ്ട് മുമ്പേ നടക്കണമെന്നാണ് സുമിത്ര ഇവിടെ ലക്ഷ്മണനോട് പറയുന്ന മകനോട് പറഞ്ഞത്. എന്നിട്ട് പറയുകയാണ്, രാമന് നിത്യം ദശരഥൻ എന്നുള്ളിൽ ആമോദമോടെ നിരൂപിച്ചു കൊള്ളണം, എന്നെ ജനകാത്മജയെന്നോർത്തുകൊൾ അയോധ്യ എന്നോർത്തിയിടവി എന്ന് പറയുകയാണ്. അതായത് രാമനെ നീ ദശരഥനായിട്ട് കരുതണം. ദശരഥന്റെ സ്ഥാനമാണ് രാമനുള്ളത്. അതുപോലെ തന്നെ ഞാനാണ് സീതാദേവി, പോകുന്നത് കാട്ടിലേക്കാണ്, പക്ഷെ കാടല്ല, അത് തന്നെയാണ് അയോധ്യ എന്ന് പറയുകയാണ്. അപ്പോൾ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം വാൽമീകി രാമായണത്തിൽ പറയുന്നത് ഇതേ ശ്ലോകമാണ്. ഇതിൻ്റെ സംസ്കൃതമാണ്. അതായത് രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛ താത യഥാസുഖ. ഇവിടെ എഴുത്തച്ഛൻ ഏകദേശം അതേപോലെയുള്ള മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത്. രാമന് നിത്യം ദശരഥൻ എന്നുള്ളിലാമോദമോടെ നിരൂപിച്ചു കൊള്ളണം, എന്നെ ജനകാത്മജയെന്നോർത്തുകൊൾ അയോധ്യയെന്നോർത്തിയിടവി എന്ന്. വിക്രമാദിത്യ സദസ്സിൽ വരരുചി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കഥയുണ്ട്. രാമായണത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകം തേടിയിട്ട് വരരുചി കാട് മുഴുവൻ അലയുന്ന 41 ദിവസം അലയുന്നതും അവസാനം വനദേവതമാരിൽ നിന്ന് ഇതിൻ്റെ ഉത്തരം കിട്ടുന്നത്, ആ ഉത്തരം ഈ ശ്ലോകമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ രാമായണത്തിലെ 24,000 ശ്ലോകം പ്രധാനപ്പെട്ടതാണെങ്കിൽ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് വരരുചി വിക്രമാദിത്യ സദസ്സിൽ എന്ന് പറയുന്നത് ഈ ശ്ലോകമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മലയാളമാണ് ഇവിടെ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇവരെ കാട്ടിലേക്കൊക്കെ പോകാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അമ്പും വില്ലും ഒക്കെ എഴുതിയിട്ട് ലക്ഷ്മണൻ ശ്രീരാമൻ്റെ അടുക്കലോട്ട് വന്നു. അങ്ങനെ ലക്ഷ്മണനും അതുപോലെ തന്നെ സീതയും ശ്രീരാമനും ഒക്കെ കൂടിയിട്ട് നേരെ ദശരഥനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവർ 3 പേരും അമ്പും വില്ലൊക്കെ ആയിട്ട് ഇങ്ങനെ ദശരഥനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ പൗരജനങ്ങളെല്ലാവരും ഇത് കാണുകയാണ്. അപ്പോൾ പൗരജനങ്ങളൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു. കാരണം അയോധ്യവാസികളൊക്കെ അറിഞ്ഞു. കാരണം പട്ടാഭിഷേകം മുടങ്ങി ഇവർ കാട്ടിലോട്ട് പോവുകയാണ്, 14 വർഷത്തെ വനവാസമാണ്, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ അവരൊക്കെ പരസ്പരം പറയുകയാണ് കഷ്ടം എന്ന് പറയുകയാണ് പലരും. അപ്പോൾ പലരും പല രീതിയിലാണ് പറയുന്നത്. ചിലർ പറയാണ്, ദശരഥൻ്റെ ഒരു മനസ്സ് എത്ര കഠിനമാണ്, ഇന്നലെ വരെ ദശരഥൻ എത്ര നല്ല ആളായിരുന്നു, രാമൻ എന്ത് ഇഷ്ടമായിരുന്നു, പക്ഷെ ദശരഥൻ എത്ര പെട്ടെന്നാണ് ഇങ്ങനെയായത്, ദശരഥൻ ഒരു സ്ത്രീജിതൻ തന്നെയാണ്, എന്താണ് ഈ ദശരഥൻ ഇങ്ങനെ എന്നൊക്കെ ചില ആൾക്കാർ പറയാണ്. അപ്പോൾ ചില ആൾക്കാർ പറയാവുന്നതാണ് ആ കൈകേയി ഒരു ദുഷിച്ച സ്ത്രീയാണ്. നമ്മൾ അങ്ങനെയല്ലേ പലരും പല അഭിപ്രായങ്ങൾ പറയുമല്ലോ. ഇന്നലെ വരെ നല്ലതായി പറഞ്ഞവരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ മോശമാക്കിയിട്ടൊക്കെ പറയും. അപ്പം അങ്ങനെ അത് തന്നെയാണ് ഇന്നത്തെ ആ രീതിയിലുള്ള ജനങ്ങളുടെ അതേ അവസ്ഥ തന്നെയാണ് പണ്ടും. അതിനൊന്നും വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പറയണം, ഭരതന് രാജ്യം കൊടുക്കുകയാണ്, പിന്നെ തിന്നാൻ ശ്രീരാമന് കാട്ടിലോട്ട് പോകേണ്ട. ഓരോരോ ആൾക്കാർക്ക് ഓരോരോ അഭിപ്രായമാണ്. അപ്പോൾ പറയാണ് നമുക്കും പോകാം കാട്ടിലോട്ട്, നമ്മൾക്ക് ഇവിടെ നിൽക്കണ്ട, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അതിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് അവിടെ വാമദേവൻ എന്നുള്ള ഒരാളുടെ പേരാണത്. അദ്ദേഹത്തിന് വേറെ രാമായണത്തിൽ വേറെ എവിടെയും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നൊന്നുമില്ല, ഇവിടെ മാത്രമേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. വാമദേവൻ എന്നുള്ള ഒരാൾ ഇവിടെ ഇവരോടൊക്കെ പറയുകയാണ്, നിങ്ങൾ ആരും തന്നെ ദുഃഖിക്കരുത്. അപ്പോൾ ഇവിടെ ഈ വാമദേവനിലൂടെ എഴുത്തച്ഛൻ ശ്രീരാമ തത്വം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശ്രീരാമ തത്വം നമ്മൾ ആദ്യം തന്നെ വായന 1-ാം ദിവസം തന്നെ ഹനുമാന് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടു. അങ്ങനെ പല പ്രാവശ്യം എഴുത്തച്ഛൻ ഈ ശ്രീരാമ തത്വം എന്താണ് എന്ന്
നമ്മുടെ വായനക്കാരിൽ ഭക്തരിൽ എന്താണ് ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓരോ സമയത്തും പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വാമദേവൻ ഈ ജനങ്ങളോടൊക്കെ പറയുകയാണ്, നിങ്ങൾ ആരും ദുഃഖിക്കരുത്. ഇതെന്താണ്, ശ്രീരാമനും സീതയും ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ശ്രീരാമൻ ആദിനാരായണനാണ്. അതുപോലെ തന്നെ ലക്ഷ്മണൻ എന്ന് പറയുന്നതാണ് അനന്തനാണ്. സീത മായാ ഭഗവതിയാണ്. അപ്പോൾ ഈ തത്വം ഇവിടെ വാമദേവൻ ജനങ്ങളോട് പറയുകയാണ്. എന്നിട്ട് പറയുന്നതാണ് മായാഗുണങ്ങൾ, അതായത് സത്വ രജ തമോ ഗുണങ്ങൾ. ഈ സത്വരജ തമോ ഗുണങ്ങളെ ആശ്രയിച്ച് പരമാത്മാവ് വ്യത്യസ്ത ശരീരം സ്വീകരിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കുക, അതായത് പരമാത്മാവ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകും, ഇവിടെ ഇപ്പോൾ വാമദേവൻ പറയാൻ വന്ന കാര്യത്തിൽ നമുക്ക് മനസ്സിലാകും, പരമാത്മാവ് എന്ന് പറയുന്നത് വിഷ്ണു അല്ല, പരമാത്മാവ് എന്ന് പറയുന്നത് ശിവനല്ല, പരമാത്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മാവല്ല, ഇതെല്ലാം കൂടിയതാണ് പരമാത്മാവ്. അപ്പോൾ ഇവിടെ പറയാണ് പരമാത്മാവ് സത്വരജോ തമോ ഗുണം അനുസരിച്ച് വ്യത്യസ്ത ശരീരങ്ങൾ സ്വീകരിക്കുന്നു. എന്നിട്ട് ഇവിടെ പറയുകയാണ്, അതായത് രജോ ഗുണം അനുസരിച്ചിട്ട് ബ്രഹ്മാവ്, രജോ ഗുണത്തിനെ ആശ്രയിച്ച് ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു? സൃഷ്ടി ചെയ്യുന്നു. അപ്പൊ ഈ സൃഷ്ടി ചെയ്യുന്ന എന്താണ്? രജോ ഗുണത്തിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ സത്വഗുണത്തിനെ ആശ്രയിച്ചിട്ട് മഹാവിഷ്ണു എല്ലാവരെയും സംരക്ഷിക്കുന്നു. തമോ ഗുണത്തിനെ ആശ്രയിച്ച് ശ്രീ പരമേശ്വരൻ എന്ത് ചെയ്യുന്നു? ശ്രീ പാർവതി വല്ലഭനായിട്ട് ലോകസംഹാരം നടത്തുന്നു. അപ്പോൾ ഇത് മൂന്നെന്താണ്? പരമാത്മാവിനെ ആശ്രയിച്ചിട്ടുള്ള ഗുണങ്ങളുടെ രൂപമാണ്. അപ്പോൾ പരമാത്മാവ് എന്ന് പറഞ്ഞ് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇതിലൊന്നല്ല, വിഷ്ണുവോ ശിവനോ ബ്രഹ്മാവോ അല്ല, ഇതൊക്കെ എന്താണ്? പരമാത്മാവിൻ്റെ ഗുണത്തിനനുസരിച്ചിട്ടുള്ള രൂപമാണ്. അപ്പോൾ പരമാത്മാവ് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ എന്നിട്ട് പറയുകയാണെന്താണ്, പണ്ട് മഹാവിഷ്ണു ദശാവതാരത്തിനെ കുറിച്ച് പറയുകയാണ്. ഇപ്പൊ ശ്രീരാമനിലേക്ക് നമ്മൾക്ക് ദശാവതാരമില്ല, 7 അവതാരമേ ഉള്ളൂ, കാരണം 7ാമത്തെ അവതാരമാണല്ലോ ശ്രീരാമൻ. എന്നിട്ട് പറയുകയാണെന്താണ്, വൈവസ്വത മനുവിന്റെ ഭക്തിയാൽ മത്സ്യമായിട്ട് മഹാവിഷ്ണു അവതരിച്ചു. എന്നിട്ട് ഹയഗ്രീവനെ കൊന്നിട്ട് വേദങ്ങൾ എടുത്തിട്ട് അത് ബ്രഹ്മാവിനെ ഏൽപ്പിച്ചു. അതാണ് മത്സ്യാവതാരം. പിന്നെ മത്സ്യാവതാരം എന്ന് വെച്ചാൽ മത്സ്യം കൂർമ്മം. പിന്നെ കൂർമാവതാരം എന്താണ്? കൂർമാവതാരം പണ്ടെന്താണ്, പാലാഴി മദനം നടക്കുന്ന സമയത്ത് അവിടെ പാതാളത്തിലോട്ട് ഈ മന്ദരപർവ്വതം താണു പോകുന്ന സമയത്ത് മഹാവിഷ്ണു കൂർമ്മമായിട്ട് വന്നിട്ട് അതിനെ ഉയർത്തി. അപ്പോൾ അവിടെ കൂർമാവതാരം. അതുപോലെ തന്നെ വരാഹാവതാരം എന്തിനാണ്? ഹിരണ്യാക്ഷനെ കൊല്ലാൻ. ഹിരണ്യാക്ഷന് ഭൂമി തൻ്റെ തേറ്റയിൽ, പന്നി രൂപമാണ് വരാഹം, തൻ്റെ തേറ്റയിൽ കൊണ്ടുവന്ന് രക്ഷിക്കുകയാണ്, ഭൂമിയെ നിലനിർത്തുകയാണ്. അത് ഹിരണ്യാക്ഷനെ കൊന്നിട്ടാണ്. പിന്നീട് പ്രഹ്ലാദന്റെ ഭക്തിയിൽ നരസിംഹമായിട്ട് അവതരിക്കുകയാണ്. നരസിംഹമായിട്ട് അവതരിച്ചിട്ട് കശിപുവിനെ കൊല്ലുകയാണ്. പിന്നീട് അതിഥിയുടെ പുത്രനായിട്ട് ദേവേന്ദ്രന്റെ അനുജനായിട്ട് വാമനൻ ആയിട്ട് ജനിക്കുകയാണ് ചെയ്യുന്നത്. അത് മഹാബലി 3 ലോകങ്ങൾ പിടിച്ചടക്കിയ സമയത്ത് മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാർത്തുവീരാജനൊക്കെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പരശുരാമനായിട്ട് അവതരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ആ മഹാവിഷ്ണു, സത്വഗുണ പ്രധാനിയായിട്ടുള്ള മഹാവിഷ്ണു എന്താണ്? ശ്രീരാമനായിട്ട് ധർമ്മ സംരക്ഷണാർത്ഥം അവതരിച്ചിരിക്കുകയാണെന്ന് വാമദേവൻ പറയുകയാണ്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഭഗവാൻ പരബ്രഹ്മം ഒരു രൂപത്തിൽ ധർമ്മ സംരക്ഷണാർത്ഥം അവതരിക്കും. ഭഗവത്ഗീത ഇത് തന്നെയാണ് പറയുന്നത്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം എന്ന് പറയുകയാണ്. അതായത് ധർമ്മത്തിന് എന്നൊക്കെ ഗ്ലാനി സംഭവിക്കുന്നുവോ അന്നൊക്കെ ധർമ്മ സംരക്ഷണാർത്ഥം ഞാൻ അവതരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെ എന്താണ് ഇവിടെ ഈ എഴുത്തച്ഛൻ ഇവിടെ വേദതത്വം, ഭഗവത്ഗീതയിലുള്ള കാര്യങ്ങൾ, ഉപനിഷത്ത് തത്വം, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ രാമായണം എന്നുള്ളൊരു കഥയെ മുൻനിർത്തി നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഇവിടെ മഹാവിഷ്ണു ശ്രീരാമനായിട്ട് അവതരിച്ചിരിക്കുകയാണ്. ഇതെന്തിനാണ്? രാവണവധത്തിനാണ്. രാവണൻ അടക്കമുള്ള രാക്ഷസരെ നിഗ്രഹിച്ചിട്ട് ധർമ്മ സംസ്ഥാപനാർത്ഥം, ധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അവതരിച്ചിട്ടിരിക്കുന്നത്. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന്. അതായത് സാധുജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് യഥാകാലങ്ങളിൽ ഞാൻ അവതരിക്കുമെന്നാണ് പറയുന്നത്. സംഭവാമി യുഗേ യുഗേ, ഞാൻ അവതരിക്കുമെന്നാണ് പറയുന്നത്. അല്ലാതെ സംഭവിക്കാനുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നൊന്നുമല്ല സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞാൽ. ഞാൻ അവതരിക്കും, യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കും. അപ്പോൾ ഇവിടെ ഇവിടെ
ഈ യുഗത്തിൽ ഇതെന്നാണ്, ഇത് ഭഗവത്ഗീതയിൽ പറയുന്നതാണ്, ശ്രീകൃഷ്ണൻ അവിടെ പറയുന്നതാണ്. ഇവിടെ രാമായണത്തിൽ എന്താണ്, ഇവിടെ ഈ വാമദേവൻ ജനങ്ങളോട് പറയുകയാണ്, അങ്ങനെ ധർമ്മ സംരക്ഷണാർത്ഥം എന്താണ് ഇവിടെ ഇപ്പോൾ മഹാവിഷ്ണു ശ്രീരാമനായിട്ട് അവതരിച്ചിരിക്കുകയാണ്, രാവണാദി രാക്ഷസന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ആരും കുറ്റക്കാരല്ല. ഇവിടെ വനത്തിലേക്ക് പോകാൻ പറഞ്ഞ ദശരഥൻ ഇവിടെ കുറ്റക്കാരനല്ല. ഇവിടെ എന്താണ് കൈകേയി ഇവിടെ കുറ്റക്കാരിയല്ല. ഇനി മന്ധരി ഇവിടെ കുറ്റക്കാരിയല്ല. ഇവരാരും ഇവിടെ കുറ്റക്കാരിയല്ല. കാരണം ഇതിനു വേണ്ടി രാക്ഷസ വംശത്തെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രീരാമൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും എന്താണ്, ഇത് ആദിനാരായണനാണ്, അതുകൊണ്ട് ആരും ദുഃഖിക്കണ്ട, ഇങ്ങനെ പരസ്പരം ആരും കുറ്റവും പറയണ്ട. പിന്നെ എന്താണ്, രാമ ജപിക്കുക എല്ലാവരും, എന്നിട്ട് എല്ലാവരും ആനന്ദത്തിൽ ആറാടുക. ഇതാണ് രാമതത്വം എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അങ്ങനെ എല്ലാവരും എന്താണ്, ആനന്ദത്തോടു കൂടി ശ്രീരാമനാമം ജപിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞത് നിങ്ങളൊക്കെ എന്താണ് രാമപ്രിയരാണ്, അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ശ്രീരാമൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ഈ കാര്യം പറയാം, നിങ്ങൾക്കൊക്കെ രാമപ്രിയരാണ്, രാമഭക്തി ഉള്ളത് കൊണ്ടാണ് ഈ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്ന് ഇവിടെ വാമദേവൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ ഇന്നത്തെ ഈ പാരായണത്തിൻ്റെ സാരാംശം, നമ്മളിത് വായിച്ചതിൻ്റെ സാരാംശം നമുക്കിവിടെ പര്യവസാനിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇന്നിപ്പോൾ കേട്ട കാര്യങ്ങളൊക്കെ എന്താണ്, ഇന്നൊക്കെ കേട്ട കാര്യങ്ങളൊക്കെ വളരെ നമുക്കെന്താണ് എളുപ്പത്തിൽ വായിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നിങ്ങളിത് വളരെ ഭംഗിയായിട്ട് കേട്ടതിന് ശേഷം നിങ്ങൾ ഈ വായിക്കുകയാണെങ്കിൽ, അതായത് ലക്ഷ്മണോപദേശവും ശ്രീരാമതത്വമൊക്കെ വായിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വായിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കേവലമായിട്ട് നമ്മൾ വായിച്ചു പോകുന്നതിനപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുകയാണെങ്കിൽ, കാരണം ഇത് പാരായണം, ഈ അധ്യാത്മരാമായണ പാരായണം നടത്തുന്നത് ശ്രീരാമന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മളിത് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്തേ.